വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം കായംകുളത്ത് മകൻ അമ്മയെ മർദ്ദിച്ചു കൊന്നു. പുതുപ്പള്ളി പണിക്കശ്ശേരി 22-കാരിയായ ശാന്തമ്മയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായംകുളം പുതുപ്പള്ളി പണിക്കശ്ശേരി വീട്ടിൽ ശാന്തമ്മയെയാണ് മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ശാന്തമ്മയ്ക്ക് സുഖമില്ലെന്ന് ബ്രഹ്മദേവൻ ബന്ധുക്കളെ വിളിച്ചറിയിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അമ്മ രാത്രി അവിടെ പോയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ രാവിലെ അമ്മയെ മകൻ വിളിച്ചപ്പോൾ എണീക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടനെയും അയലത്തുള്ളവരെയും വിളിച്ചിട്ട് കായംകുളം എബനേശ്വർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ തലയുടെ പുറവശത്തുനിന്ന് കുറച്ച് ബ്ലഡ് വരുന്നതായിട്ട് കണ്ട് അങ്ങനെ പിന്നെ പോലീസിനെ അറിയിക്കുകയും അങ്ങനെ പോലീസ് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംശയം തോന്നിയിട്ടാണ് ഇന്ന് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്ന് അമ്മ കടന്ന മുറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. കായംകുളം പോലീസ് എത്തി മകൻ ബ്രഹ്മദേവനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ശനിയാഴ്ച കണിയാരുമുറി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് വീടിന് സമീപമുള്ള കാവുംകാലിൽ അന്നദാനത്തിനു പോയി തിരികെ എത്തിയ ശാന്തമ്മയുമായി വഴക്കുണ്ടാവുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തതായി ബ്രഹ്മദേവൻ പോലീസിനോട് പറഞ്ഞു. വാരിയെല്ല് പൊട്ടി രക്തം കട്ടപിടിച്ചതാണ് ശാന്തമ്മയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.